അടിച്ചിട്ടില്ല എന്നെ. അതല്ല അടിച്ചിട്ടുണ്ടെന്നല്ല, ഈ സിനിമ വരുമ്പോ അതിനൊരു പ്രതികാരം വല്ലതും തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളതുകൊണ്ടല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയോ എന്ന് ചോദിച്ചുള്ളൂ. ഇല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതെ, എനിക്ക് പക്ഷെ ശേഷം അരുൺ നാരായൺ പ്രൊഡക്ഷൻസും സിജോ ലണ്ടൻ സ്റ്റുഡിയോസും ചേർന്നാണ് ഈ സിനിമ നിങ്ങളുടെ മുന്നിൽ 24-ാം തീയതി എത്തിക്കുന്നത്. ജിസ്സാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വിശേഷനും ആസിഫ് അലിയും, മെയും, അനുശ്രീ, ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി, കോട്ടയം നസീർക്ക, ശങ്കർ രാമകൃഷ്ണൻ, രഞ്ജിയേട്ടൻ എന്ന ഒരുപാട് താരങ്ങളുണ്ട് സിനിമയിൽ. ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിങ്ങൾക്കതെല്ലാം മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ജിസ് സംസാരിച്ചു തുടങ്ങും. നമ്മുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ആണ് നിങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നതിന് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് വളരെയധികം മാറി ചെയ്യുന്ന ഒരു സിനിമയാണ് തലവൻ. തീർച്ചയായിട്ടും ഒരു ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. 24-ാം തീയതി മെയ് 24-ന് റിലീസാവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ചോദിക്കാം. വിജയുടെ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഒട്ടും അങ്ങനെ ആക്സിഡൻ്റലായിട്ട് സിനിമയിൽ വന്ന ഒരാളാണല്ലോ. 30 വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ. ഒരുപാട് ആളുകൾ ഓർത്തു വയ്ക്കുന്ന, പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന, പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. 30 വർഷത്തെ ജേണി എങ്ങനെയൊന്ന് ഞങ്ങളോടൊന്ന് പറയാതിട്ട് ജോയ്. 30 വർഷം ഇപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ തീരാൻ ഗണപതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ നേരെ ചോദിച്ചു. ഈ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ്. ആക്ച്വലി അന്നൊന്നും സീരിയസ് അല്ലായിരുന്നു. ആക്ച്വലി എന്താണ് ചെയ്തതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് തുടങ്ങി. സിനിമയൊന്നും കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതമാർഗ്ഗം ഇതാണെന്ന് അറിഞ്ഞു. പക്ഷെ ഇവിടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും അറിയും. കുഴപ്പമില്ലാതെ ഈ വർഷം വരുമ്പോൾ വളരെ സന്തോഷം. ഇങ്ങനൊരു 30 വർഷം കൂലൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ശ്രദ്ധിക്കപ്പെട്ട ഇരവിഴ പുഞ്ചിരായാലും ശരി, കണ്ണൂർ സ്കോഡ് ഉൾപ്പെടെ അത് അന്വേഷകരിലേക്ക് കൂടി നീളുന്ന സിനിമയായിരുന്നു. അപ്പോൾ തലവനിൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഈ ആവനാഴിയൊക്കെ പോലെ ഭയങ്കര റോ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, അവരുടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറേ സീൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണോ? അല്ല, ഒരുപാട് സ്ലോ മോഷനും പഞ്ച് ഡയലോഗും ഉള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല. സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആവശ്യത്തിന് ഡ്രാമയുണ്ട്. സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന, കൃത്യമായി ഈ ഭൂപ്രദേശത്ത് നടക്കുന്നതൊന്നും പറയാതെ ഒരു സാങ്കല്പികമായ സ്ഥലത്ത് നടക്കുന്ന ചേപ്പനം തോട്ട എന്ന് പറയുന്ന, ഞങ്ങൾ സാങ്കല്പികമായ പേരാണ്, അവിടെ നടക്കുന്ന ഒരു പോലീസ് പ്രൊസീജിയർ, ഇൻവെസ്റ്റിഗേഷൻ്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ്. പോലീസിൻ്റെ ഹൈറാർക്കി വിഷയമായിട്ടുള്ള, പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള, എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോഡാറ്റയും ഒരു കൃത്യമായ അന്വേഷണമുള്ള ഫോർമുലയിലാണ് ഞാനിത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല. എനിക്ക് ഈ ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ 2 റൈറ്റേഴ്സിൻ്റെ അടുത്ത് ഒന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളിപ്പോഴും അങ്ങനെയാണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റിനോട് ഒന്ന് പറഞ്ഞു നോക്കാം, അവർക്കും നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെൻറ്റ് തോന്നുമെന്ന്. അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു. ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബിജുവേട്ടൻ ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജുവേട്ടൻ ആ ക്യാരക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറയുമായിരുന്നു, ഇപ്പോൾ സൺഡേ ഹോളിഡേയിൽ ശ്രീനിവാസൻ സാർ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ ബിജുവേട്ടൻ ഇത് കഥ കേട്ട് ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ബിജുവേട്ടന് ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അച്ഛൻ പോലീസായിരുന്നു, പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ്. സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന, ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ബിജുവേട്ടൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ. അറിയാം, നമുക്കിപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു 30 വർഷമായിട്ട് നമ്മൾ ബിജുവേട്ടനെ കണ്ടോണ്ട്, ഇത് ചെറിയ കാര്യമില്ല 30 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിൽ പാഷൻ നഷ്ടപ്പെടാതെ പുതിയ ആർക്കറിയാൻ പോലത്തെ സിനിമകളും, എന്നാൽ ഒരു സൈഡിൽ ഓർഡിനറി പോലത്തെ സിനിമകളും, വെള്ളിമൂങ്ങ പോലത്തെ സിനിമകളും ഇങ്ങനെ ചെയ്ത് നമ്മൾ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അഭിനേതാവാണ്. രാജ്യം അംഗീകരിച്ചിട്ടുള്ള അഭിനേതാവാണ്. അപ്പോൾ ആസിഫ് സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകെട്ട് ഉള്ളതാണ്. പക്ഷേ വിജയന്മാരുള്ള കൂട്ടുകെട്ട് ആദ്യമായിട്ടായിരുന്നു.
അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് എക്സൈറ്റ്മെന്റ് എന്നുള്ള വേർഡ് ഇപ്പോൾ പറഞ്ഞ് ക്ലീഷ ആയിട്ടുണ്ടെങ്കിലും വേറെ വേർഡ് കിട്ടാത്തതുകൊണ്ട് പറയാണ്, അത്രയും ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു തലവൻ. ഹാസ്യം എന്ന് പറയുന്നത് ജിസ്റ്റോയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്കി ചാം എന്നുള്ള വേർഡിനകത്തുള്ളൊരു വിശ്വാസത്തിനപ്പുറം ഇതുവരെ ചെയ്ത സിനിമകൾക്കൊക്കെ ഫിറ്റ് ആയിരുന്നു കഥാപാത്രം. ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും, ഇപ്പോൾ ഈ സിനിമ ഉൾപ്പെടെ. അപ്പോൾ അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, രണ്ടുപേരും കട്ടയ്ക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇതിലെ സുനിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഫിസിക്കലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം കഥ പറയില്ല. അല്ല, ഒരു ദിവസം എനിക്ക് അങ്ങനെ ശീലമില്ലാത്തതിൻ്റെ ആയിരിക്കും, നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി. നമ്മൾ ആരും ഓർത്തില്ല, ഞാൻ മറന്നുപോയി. എൻ്റെ ബീച്ചറിൻ്റെ കൂടെയായിരുന്നു സീൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആരും ഓർത്തില്ല. പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബീച്ചേട്ടൻ, എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ? അപ്പൊ ഞാൻ അയ്യോ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ചെയ്തിട്ടില്ല. എന്നിട്ടത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് എൻ്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമായിരുന്നു. ആർക്കും അത് ഓർമ്മയും വന്നില്ല. അപ്പൊ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോ ബീച്ചേട്ടൻ തന്നെ അതിനൊരു ടിപ്പ് പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മളെല്ലാരും മറന്നു പോകാൻ സാധ്യതയുണ്ട്. വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്? കുഴപ്പമില്ല അല്ലേ? 30 വർഷം ആയതിന്റെ ഒരു 30 വർഷം വിട്ടേക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു തന്നു, നമ്മൾ മറന്നുപോകും ഇങ്ങനത്തെ ഒരു കാര്യം. നമുക്ക് ശീലമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ തലേന്നത് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ഒരു നീ ക്യാപ്പോ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം, ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ ഇതെന്തിനാ ഞാനിട്ട് ആ കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം പിന്നെന്താ പറയുന്നത്, ഇതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും. ഇവരുടെയൊക്കെ കൂടെ ബീജാടിന്റെയും ആസ്മിക്കിന്റെ കൂടെ ഒക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, ഈ ഒരു ടീം എന്ന് പറഞ്ഞപ്പോ ജിസ്റ്റേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. അഭിചേട്ടൻ്റെ ഒരു പടത്തിൽ വരുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്, സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. ഇപ്പൊ ഈ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മാസ് കാര്യമായിട്ടാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലർ കാണുമ്പോൾ. അപ്പൊ ഇത് ആ വിധത്തിൽ സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കും ആസിഫയുടെ തലവൻ. അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ്. കാര്യം ഇതിൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മുടെ ഒരു എവറിഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം. അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളൂ. എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റവും ശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഉണ്ടാവും. തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം. നായകനായിട്ടൊരു വില്ലൻ വേഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇടികൊള്ളുന്ന ഒരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഒരു ക്യാരക്ടർ ഡ്രിവൻ ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പം ഉയരെ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ. അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല. ഇയാൾ നായകനാണ്, അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനിലേക്ക് പോകാതെ എല്ലാതരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും. ഇവൻ ചിലപ്പോൾ ചതിച്ചേക്കാം, ചിലപ്പോൾ ഇവൻ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്. ബീച്ചറിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും
ഇപ്പോൾ കരിക്കും വെള്ളം എടുത്ത് പറയണം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ചിലപ്പം ബീച്ചേട്ടനായിട്ടുള്ളൊരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്നൊരു ഫ്രീഡം, ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം. കരിക്കുംവെള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും, രഘുവിനെയും അഭിയെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ട് ഇരട്ട പറ്റതാണെന്ന് തോന്നുന്നു പറഞ്ഞില്ല. അപ്പൊ അതുപോലെ എന്തോ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇല്ല, അത്തരം എഡ്യൂക്കേറ്റ് ഓൾറെഡി പ്രേക്ഷകന് അറിയാവുന്ന കാര്യങ്ങളില്ലേ, അതെല്ലാം ഞാൻ സൂചിപ്പിച്ച് പോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ ഒരു കോടതി വിഷയം വരുമ്പോൾ ആ കോടതിയുടെ എത്രത്തോളം ചെറുതാക്കി കാണിക്കാം എന്നുള്ളതാണ് ഈ സിനിമ ഇതുവരെ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു സംഭവം നടന്നു, ആ സംഭവത്തിന് ശേഷം നമുക്കറിയാം ഇന്ന ഫോർമാലിറ്റീസ് ഉണ്ട്, അതെല്ലാം ഒരു മൊണ്ടാഷ് പോലെ കാണിച്ചു പോയിട്ടുള്ളൂ. ബാക്കി പ്രേക്ഷകർക്ക് അറിയാമല്ലോ, അത് ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ വലിച്ചു നീട്ടാൻ ശ്രമിച്ചിട്ടില്ല. ആസിഫായിട്ട് ഇത്രയധികം സിനിമകൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഒരു ഫാക്ടർ ഉണ്ടാവും ഡെഫിനറ്റ്ലി. സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും അപ്പോൾ ഇപ്പൊ ബിജു ചേട്ടനോടൊക്കെ ചെയ്യുമ്പോൾ ബിജു ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആണല്ലോ. അപ്പൊ ആരോടെങ്കിലും ഇങ്ങനെ ഒരു വേദിയിൽ ഭാര്യയെ പറ്റിയൊക്കെ പറയണമെങ്കിൽ കുറച്ചും കൂടി കാവ്യാത്മകമായിട്ട് പറഞ്ഞത്. ബിജു ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, സ്ക്രിപ്റ്റ് പറയാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അതൊരു ഈസിയാണോ? അല്ല, ബീച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ബീച്ചേട്ടൻ നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് ബീച്ചേട്ടനെ അടുത്ത് അറിയാമെന്നുള്ളത്. എന്നാൽ ബീച്ചേട്ടനെ അടുത്ത് അറിയുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം, വളരെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ബീച്ചേട്ടൻ അതിൻ്റെ എൻഡ് എന്താണെന്ന് മനസ്സിലാക്കാം. ആ ഒരു ഇപ്പോൾ ഒരുപക്ഷെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, ബൈ ബർത്ത് കിട്ടുന്ന കുറച്ച് കഴിവുകളുണ്ട്, അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്ന ബീച്ചേട്ടൻ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചു, ബിജുവേട്ടാ ഈ കഥ 45 മിനിറ്റിലും പറയാം, 2.25 മണിക്കൂറിലും പറയാം, ഞാൻ എങ്ങനെ പറയണം? അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി നീ ചുരുക്കി പറ എന്നുള്ളതായിരിക്കും. അപ്പോൾ നീ വലുതാക്കി പറ, നിനക്ക് എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് പറയണം. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു മറുപടി അല്ല പ്രതീക്ഷിച്ചത്. സോ ബിജുവേട്ടനോട് കഥ പറഞ്ഞു, കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിൻ്റെ പേരുൾപ്പെടെയാണ് ബിജുവേട്ടൻ തിരിച്ചു ചോദിക്കുന്നത്. അയാൾ എന്തുകൊണ്ടായിരിക്കും, ഇപ്പം മാത്യു എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത്, രഘു എന്താ ഇങ്ങനെ നോക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളും. അതെനിക്ക് ബിജുവേട്ടനെ, ആ ഒരു ബിജുവേട്ടനെ എനിക്ക് അറിയില്ല, ബിജുവേട്ടനെ മുൻപ് പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്നവരെ. ബിജുവേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഈ ഇരിക്കുന്ന ആർക്കറിയുന്നതിനേക്കാളും വളരെ ഷ്രൂഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജിസേട്ടാ, നോർമലി ഒരു ത്രില്ലർ പടം എന്ന് പറയുമ്പോൾ ഓരോ 10 മിനിറ്റിലും വെച്ചെങ്കിലും ടെസ്റ്റ് കൊടുത്ത് പ്രേക്ഷകനെ അടുത്തത് എന്തെന്ന് ഉണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റി എലിമെന്റ് ഉണ്ടല്ലോ. ഇപ്പൊ തലവനിലായാലും ശരി അങ്ങനെ ഒരു എലിമെന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം രണ്ടുപേര് ആസിഫിക്കായാലും ബിജുവിനും ആ ഒരു കോമ്പോ ഈഗോ ക്ലാഷ് നമ്മൾ ഒരുപാട് സിനിമകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ സർപ്രൈസ് എലിമെന്റ്സ്? അല്ല, അതാ പറഞ്ഞത്, നേരത്തെ വിചാരം പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഈഗോ ക്ലാഷിന്റെ കഥയല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ട്രെയിലർ കണ്ടപ്പോഴും പോസ്റ്റർ കണ്ടപ്പോഴും ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നത് ഇതൊരു ഈഗോ ക്ലാഷിന്റെ കഥയാണെന്നുള്ളതാണ്. പക്ഷേ ഈഗോ ക്ലാഷിന്റെ കഥയല്ല. ഒരിക്കലും ഒരു അയ്യപ്പനും കോശിയോ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സിനിമ കാണരുത്. കാരണം അതല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കഥ, അതൊരു സബ് ലെയർ മാത്രമാണ്. രണ്ടുപേരുടെ ഉറപ്പായിട്ടും ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന 2 പോലീസുകാരുടെ കഥ പറയുമ്പോൾ പോലീസിന്റെ ഒരു ഹൈറാർക്കി പറഞ്ഞു പോയിട്ടുള്ളൂ. പോലീസിലുള്ള ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ, കോൺസ്റ്റബിളിന്റെ മുകളിൽ SI, SIയുടെ മുകളിൽ CI, അങ്ങനെ ആ ഹൈറാർക്കി തമ്മിലുള്ള ഈഗോ പറഞ്ഞു പോയിട്ടുണ്ട്, ഇവർ തമ്മിലുള്ള ഈഗോയും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഈഗോ അല്ല ഈ സിനിമ. ഇത് കൃത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്, ഒരു കുറ്റാന്വേഷണ കഥയാണത്. ഏറ്റവും ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ മഞ്ഞുമലും അല്ലെങ്കിൽ പ്രേമലും ഒക്കെ 100 കോടിയിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പ്രഷറാണോ അതോ നല്ലതാണെങ്കിൽ സ്വീകരിക്കുമ്പോൾ കോൺഫിഡൻസ് ആണോ, എന്താ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എങ്ങനെ? പ്രഷറില്ല. നമ്മൾ ജെന്യുവനായിട്ട് ഒരു എഫേർട്ട് എടുക്കുന്നു, ആ എഫേർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത്. പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ ഒട്ടും മുൻവിധികളോടെ അല്ലെങ്കിൽ മുൻവിധികളുമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് അങ്ങനെ അതൊരു മാജിക് ആണല്ലോ. സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിനുള്ളിൽ സംഭവിക്കുന്ന ഒരു മാജിക്കാണ്. യാതൊരുവിധ പ്രഡിക്ഷനും നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ സിൻസിയർ ആയിരിക്കുക, നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ ജെന്യൂൻ ആയിരിക്കുക എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പ്രഷർ എന്തായാലും ഇല്ല. അപ്പം നമുക്കങ്ങനെ സിനിമകൾ വിജയിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പം കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക്, ഇപ്പോൾ 5 മാസം കഴിയുന്നു. ഈ 5 മാസത്തിനിടയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ച ഇൻഡസ്ട്രിയാണ് മലയാളം, അല്ലേ? 5 സിനിമകൾ 6 സിനിമകളോളം 100 കോടി ക്ലബിൽ കയറി, 2 സിനിമ 200 കോടി ക്ലബിലേക്ക് എത്തി. അത് വലിയ നേട്ടം തന്നെയാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ പ്രേക്ഷകരുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണാനുള്ള പ്രേക്ഷകരുടെ ആ മനോഭാവം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമുക്ക് ഉറപ്പായിട്ട് സന്തോഷം തരുന്ന കാര്യമാണ്.
സിനിമ നന്നായ ഉറപ്പായും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരും എന്ന അടിവര ഇടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഉറപ്പായിട്ടും 100% സന്തോഷം തരുന്ന കാര്യമാണ്. മാറ്റം വകുപ്പുണ്ടെ മാറ്റിയാനേന്ന് ആസ് എ പ്രൊഡ്യൂസർ പേടിയുണ്ടോ? 24-ാം തീയതി പടം ഇറക്കുമ്പോൾ ടെർബോയിൽ മുട്ടിക്കുമ്പോൾ? അല്ല, പേടിയില്ലപ്പാ, പേടിയില്ല. നമ്മളല്ലേ സിനിമ വിജയിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കൂടെ ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമ വലിയ വിജയമാകുന്നു, ഉറപ്പായിട്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരും അല്ലേ? തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുന്ന സമയത്ത് സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഭയങ്കര ഡ്രൈ ആയിട്ട് തിയേറ്ററിലേക്ക് ആൾ വരാത്ത സമയത്ത് വേറൊരു സിനിമയില്ല, എന്നാൽ നമ്മുടെ സിനിമ ഇറക്കാം എന്ന് പറയുന്നതിൽ കാര്യമില്ല. സിനിമ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആവേശത്തോടെ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുമ്പോൾ സിനിമ ഇറക്കുന്നത് തന്നെയാണ് സന്തോഷം. പിന്നെ മമ്മൂക്കയെ പോലെ സ്റ്റാർ നമുക്ക് നമ്മൾ അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ പോകുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു സിനിമ വന്ന പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സിനിമ വരുമ്പോൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യും പ്രേക്ഷകർ എന്ന് തന്നെയാണ് വിശ്വാസം. 2 ഹീറോസിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ, ഒന്നിലധികം ഹീറോസിനെ വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന, അത് എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തിലും അതിനൊപ്പം തന്നെ മേക്കിങ്ങിലും. കാരണം 2 പേരും ഫേസ് വാല്യൂ ഉള്ള, 2 പേരും മാർക്കറ്റ് വാല്യൂ ഉള്ള, ഫാൻസ് ഉള്ള, എന്താ പറയുക, അങ്ങനത്തെ 2 താരങ്ങളാണ്. സോ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് 2 പേർക്ക് നമ്മളായിട്ടൊരു കുഴപ്പം ഉണ്ടാക്കരുത്. പിന്നെ എത്രത്തോളം ഇത്രയും ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. അവരെ എത്രത്തോളം ജെല്ല് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, ഇത്ര മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു സിനിമ ഇവർ 2 പേരും കണ്ടതാണ്. അത് ഒരാൾ മുകളിലോ ഒരാൾ താഴെയോ അങ്ങനെ ആക്കിയിട്ടല്ല ഈ സിനിമ തുടങ്ങുന്നതും തീരുന്നതും. തലവൻ ഈ പറയുന്ന ഈ സിനിമയിൽ എവിടെയും നമ്മൾ ആരാണ് തലവനെന്ന് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് സിനിമ കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ റൈറ്റർ എന്ന് വെച്ചാൽ സംഭാഷണം എഴുതിയിട്ടുള്ള ആളാണ്. അതേ തിരക്കഥയും വേറെ 2 പേരെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതിനെ സംവിധായകൻ എന്നുള്ള രീതിയിൽ പറയാം. ഇത് ഞാൻ മനസ്സിലാക്കുന്ന തലവൻ സിസ്റ്റം തന്നെയാണ്. പോലീസിലെ വളരെ വേരീഡ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ തലവൻ എന്ന് പറയുന്നത്. നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതണമെങ്കിൽ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. നമുക്ക് ഈ പറയുന്ന മറ്റ് പ്രസിദ്ധീകരണങ്ങളിലാണ് എഴുതാം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു സിനിമ, ആ സിനിമയ്ക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പാട്ടുകൾ എഴുതുന്നുണ്ട്. ഇപ്പോൾ സൺഡേ ഹോളിഡേയിൽ മഴപാടും കുളിരായി എന്നുള്ള പാട്ട് എഴുതിയത് ഞാനാണ്. ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവർ മിഴി അകന്നു പോയോ എന്ന് എഴുതിയതും അതേ സിനിമയിൽ തന്നെ കണ്ടോ നിന്റെ കണ്ണിൽ പ്രചണ്ഡനം എന്ന് എഴുതിയതും ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരു സിനിമയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്താൽ എന്തും പോലെ ഏച്ച് കെട്ടിയാൽ മുഴച്ചു നിൽക്കും എന്ന് പറയുന്ന പോലെ അതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് സിനിമ ഇപ്പോൾ വളരെ റിയലിസ്റ്റിക്, താങ്കൾ ചോദിച്ച പോലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന സമയമാണ് സിനിമ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് എഴുതാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, രാപ്പകൽ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പാലക്കാട് പിടിച്ചിരിക്കുന്നത്, ലൗഡ് സ്പീക്കർ, വേഷം എന്ന് പറയുന്ന സിനിമയിൽ കോഴിക്കോട് പിടിച്ചിരിക്കുന്നത്. അത്രയും സട്ടിലായിട്ട് ഭാഷ പഠിക്കുന്ന ഒരാൾ നമ്മൾ എപ്പോഴും ഞെട്ടിയിരിക്കുന്ന മമ്മൂക്കയെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഞെട്ടലായിരുന്നു എനിക്ക് ഓർഡിനറി കിടന്നത്. കാരണം പാലക്കാട് ഭാഷ അത്രയും മനോഹരമായിട്ടാണ്. അപ്പൊ അതിന്റെ ഞാൻ ഡബ് ചെയ്തതിന്റെ നെക്സ്റ്റ് ഡേ എനിക്ക് സംയുക്ത ചേച്ചിയെ വെച്ചിട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോടാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്, ചേച്ചി വിജയോട് എനിക്ക് യാതൊരു പരിചയമില്ല, ചേച്ചി വീട്ടിൽ ചെല്ലുമ്പോൾ പറയണം, ഞാൻ പടം കണ്ടു, അസലായിരിക്കുന്നു, ചേട്ടൻ മനോഹരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്, അസലായിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കാണ്, പുഷ്പയുടെ ഡബിങ് എല്ലാം ആയോ? പുഷ്പ എനിക്ക് ജൂലൈയിലാണ് അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, ഒരാഴ്ച ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പുഷ്പ 2 ഡബിങ്ങിന് വേണ്ടി. അത്രയും ഇപ്പൊ അറിയുള്ളൂ. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച തലവനില് അതേപോലെ പ്രേക്ഷകർ ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രമാണോ? ഒരു കഥാപാത്രം മാത്രമായിട്ടല്ല തലവൻ, നല്ലൊരു ഫയറുള്ളൊരു സ്റ്റോറിയാണ് ആക്ച്വലി. പിന്നെ അതിൻ്റെ സീൻസ് എല്ലാം ഇൻവെസ്റ്റിഗേഷനായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ ഒരേ സ്റ്റേഷനിൽ 2 പേരും ഇൻവോൾവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫയറുണ്ട്. ഓരോ സീൻ ടു സീൻ പോകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഓർഡറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഗ്രാഫും കേസൊക്കെ നമുക്ക് അഭിനയിച്ചുകൊണ്ട് വരുമ്പോൾ സ്ക്രിപ്റ്റുള്ളതിനേക്കാൾ എനിക്കാണ് ഒരുപാട് ഈ പെർഫോം ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഡയലോഗ്സും അതിൻ്റെ ഒരു ടെമ്പോ ഏരിയകളൊക്കെ വളർന്നായിട്ട് മാറ്റി. ഞാൻ ഓരോ സീനിനും ആവശ്യമില്ലാത്തൊരു സീൻ ഈ മൂവിയിലില്ല. ഓരോ സീനും അടുത്ത എന്താണെന്ന് അറിയാണ്ട് കാലാംശം നിങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിൽ പെർഫോമൻസിന് എല്ലാ സീനും പെർഫോം ചെയ്യേണ്ട സീൻസ് തന്നെയാണ്. ലൈറ്റ് സീൻസ് വളരെ കുറവാണ് ആക്ച്വലി സിനിമയിൽ. അറിയേണ്ടിയിരിക്കുന്നു. എന്താ പറയുന്നത്, ചിലപ്പോൾ നമ്മളിങ്ങനെ ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഒരുപാടൊന്നും കാണത്തില്ല, പക്ഷെ ചില ഡയലോഗുകൾ ഭയങ്കര ക്ലിക്കാവും അല്ലേ?
ഇപ്പൊ തന്നെ നേരത്തെ സംസാരിച്ചവര് പറയുന്നുണ്ട് മോൻ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ മോൻ ഹാപ്പിയാണോ ആ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ, പക്ഷെ അതെല്ലാവരും ഒക്കെ ഏറ്റെടുത്തില്ലേ. അപ്പൊ അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളിലുണ്ട് ചില ചെറിയ കാര്യങ്ങൾ വളരെ ക്ലിക്കായി വരുന്നത്. അതേപോലെ ചില ക്യാരക്ടേഴ്സ് ആദ്യം മുതൽ അവസാനം വരെ ത്രൂ ഔട്ടുള്ള ചില ക്യാരക്ടേഴ്സ് കാണുമായിരിക്കും, പക്ഷെ ആ ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ ക്ലിക്ക് ആവുന്ന ചിലപ്പോൾ ഒന്ന് വന്നു പോയാലായിരിക്കും, അല്ലെങ്കിൽ ഒരു നോട്ടം അയാളുടെ നോട്ടം കൊള്ളായിരുന്നു അങ്ങനെയൊക്കെ അല്ലേ. അപ്പോ ഇതിലെ എന്റെ ക്യാരക്ടറും ഈ പറയുന്ന പോലെ ലെങ്ത് വെച്ചോ അങ്ങനെയൊന്നുമല്ല ഞാൻ ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു സിനിമയുടെ ഒരു നോട്ടബിൾ പാർട്ടാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോ അത് അങ്ങനെ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബാക്കി പ്രേക്ഷകർ കാണുന്ന പോലെ.